നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്ഷമിച്ചു കൊടുക്കേണ്ടതായ പ്രധാനപ്പെട്ട 3 വ്യക്തിത്വങ്ങളാണ് ഉള്ളത്. ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ പേരൻസ് ആണ്, നമ്മുടെ മാതാപിതാക്കൾ. ഇന്നത്തെ നമ്മുടെ ഉയർച്ചയുടെ പ്രധാനമായും മുൻനിരയിൽ നിന്ന വ്യക്തികളാണ് നമ്മുടെ മാതാപിതാക്കന്മാർ. അവരുടെ കഷ്ടപ്പാടിൻ്റെയും പ്രയാസങ്ങളുടെയും എല്ലാത്തിൻ്റെയും ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാവിധ സൗഭാഗ്യങ്ങളും. ചില സന്ദർഭങ്ങളിലൊക്കെ ചിലപ്പോൾ അവർക്ക് നമ്മളോട് ദേഷ്യപ്പെടേണ്ടി വന്നേക്കാം, ചിലപ്പോൾ നമ്മളെ തല്ലിയിട്ടും ഉണ്ടാകും, പല കാര്യങ്ങളിൽ നമ്മളെ ശകാരിച്ചിട്ടും ഉണ്ടാകും. അതെല്ലാം എന്തായിരുന്നു? നമ്മുടെ തെറ്റുകളിൽ നിന്നും നമ്മളെ ശരികളിലേക്ക് നടത്തുവാൻ വേണ്ടിയിട്ട് അവര് പ്രയത്നിച്ച മാർഗങ്ങളാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കന്മാരോട് എന്തെങ്കിലും തരത്തിലുള്ള ദേഷ്യങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളത് ക്ഷമിച്ചു കൊടുത്തേ മതിയാവും. രണ്ടാമത്തെ ഒരു പറ്റം ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും അധികം സങ്കടപ്പെടുത്തിയിട്ടുള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ദുരിതം തന്നിട്ടുള്ള ആളുകളാണ് നമ്മൾ പിന്നീട് ക്ഷമിച്ചു കൊടുക്കേണ്ട വ്യക്തിത്വങ്ങൾ. അതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവരുടെ കഷ്ടപ്പെടുത്തലുകളും മാനസിക സമ്മർദ്ദം തരലും ഈ കാര്യങ്ങളൊക്കെ എന്താണ്? നമ്മളെ ജീവിതത്തിലേക്ക് മുൻപോട്ട് നടക്കുവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ ഒത്തിരി സഹായിച്ച കാര്യങ്ങളാണ്. മൂന്നാമത്തെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തന്നെയാണ്. നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിക്കണം. അപ്പോൾ ഈ 3 ആളുകളോട് നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും. എല്ലാവരോടും ഫോർഗീവ്നെസ് അത് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് സാധിക്കും. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് ബൈ.